കോഴിക്കോട് ഇങ്ങാപ്പുഴയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി യാസർ റിമാൻഡിൽ. താമരശ്ശേരി കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. പ്രതിക്കായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതി കൃത്യമായി ആസൂത്രണം ചെയ്ത് സ്വബോധത്തോടെയാണ് കൃത്യം നടത്തിയതെന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, പറയൂ കൂടുതൽ വിവരങ്ങൾ. ഇന്നലെ വൈകിട്ടാണ് പ്രതിയെ താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തത്. അതോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അയാൾക്കായി കസ്റ്റഡി അപേക്ഷ ഉടനെ തന്നെ കൊടുക്കുമെന്നൊരു കാര്യമാണ് അന്വേഷണ സംഘം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഈ സംഭവ സ്ഥലത്ത് എത്തി തെളിവെടുപ്പേണ്ടിയിരിക്കുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇദ്ദേഹം ഈ പ്രതി കൊലപാതകം നടത്തിയത് അല്ലെങ്കിൽ അക്രമം നടത്തിയത് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം നേരത്തെ വൈകുന്നേരം 4 മണിയോടുകൂടി ആദ്യം വീട്ടിലെത്തുന്നു, പിന്നീട് വൈകിട്ട് 6 മണിക്ക് വരാമെന്ന് പറഞ്ഞ് പോയി തിരിച്ചു വരുന്ന സമയത്ത് കാറിൽ 2 കത്തി ഉൾപ്പെടെയുള്ളവ കരുതിയിട്ടാണ് വരുന്നത്. യാതൊരു പ്രകോപനമില്ലാതെ തന്നെയായിരുന്നു ഇയാൾ ആക്രമണം നടത്തുന്നത്. തടയാൻ വന്ന അയൽവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ആ സമയത്ത് അയാൾ ലഹരിക്ക് അടിമയായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു. അതായത് ഈ ഷിബിലയും പ്രതിയും തമ്മിലുള്ള യാസറും തമ്മിലുള്ള പ്രശ്നത്തിന് തുടക്കം ഈ യാസർ നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ കൃത്യം നടത്താൻ വരുന്ന സമയത്ത് ഇയാൾ ലഹരിയിലായിരുന്നില്ല, അല്ലെങ്കിൽ MDMA മറ്റ് ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് പ്രാഥമികമായ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോറൻസിക് സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. എന്നാൽ പ്രാഥമികമായി ഇത്തരത്തിൽ വിലയിരുത്തൽ നടത്തുന്ന സമയത്ത് ഇയാൾ ആ സമയത്ത് ലഹരിക്ക് അടിമയായിരുന്നില്ല എന്ന് പറയുന്നു. അതിനർത്ഥം കൃത്യമായ ആസൂത്രണത്തോടെ വന്ന് സ്വബോധത്തോടെ തന്നെയാണ് ആക്രമിച്ചത്. 3 പേരെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിൽ അക്രമം നടത്തിയത് എന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇയാൾക്കെതിരെ ഇയാൾ നിരന്തരമായി ഉപദ്രവിക്കുന്നു, ലഹരി ഉപയോഗിക്കുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ താമരശ്ശേരി പോലീസിൽ പെൺകുട്ടി പരാതി നൽകിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വൈരാഗ്യം മൂലമായിരിക്കാം ഇത്തരം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വിശദമായ മൊഴിവെടുപ്പും തെളിവെടുപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. അതിനായി വരുന്ന ദിവസം തന്നെ ഇന്നോ അല്ലെങ്കിൽ നാളെ തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനായുള്ള അപേക്ഷയും ഇന്ന് അല്ലെങ്കിൽ നാളെയായിട്ട് കൊടുക്കും. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ